അസ്സാം വലൈക്കും. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിലെത്തിയ ഈ സമയത്ത് തിരിച്ചറിവ് എന്ന് കൈകാര്യം ചെയ്യുന്നത് ഹജ്ജിൻ്റെ ആന്തരിക മാനങ്ങൾ, അല്ലെങ്കിൽ ഹജ്ജും മരണവും തമ്മിലുള്ള എന്താണ് ഒരു താരതമ്യ പഠനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം, ഹജ്ജിലെ പല അനുഷ്ഠാനങ്ങളും എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ഒരു പുണ്യകർമ്മം, കേവലം ഒരു ബാഹ്യ ആരാധന മാത്രമല്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മനുഷ്യൻ തൻ്റെ മരണസമയത്തും അതിനുശേഷവും കടന്നു പോകേണ്ട ഘട്ടങ്ങളുടെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു തത്സമയ പരീക്ഷണ ഓട്ടം, ഒരു ലൈവ് റിഹേഴ്സൽ കൂടിയാണ് ഹജ്ജ് എന്നുള്ളത് ഒന്ന് സൂക്ഷ്മ പഠനത്തിൽ മനസ്സിലാവും. മരണശേഷമുള്ള പരലോക യാത്രയെ ഭൗതിക സാഹചര്യത്തിലൂടെ അനുഭവിച്ചറിയാൻ ഹജ്ജ് വിശ്വാസിയെ പ്രാപ്തനാക്കുന്നുണ്ട്. അവ തമ്മിലുള്ള പ്രധാന താരതമ്യങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ, ഒന്നാമത്തത്, വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ടുള്ളൊരു യാത്രയാണ് രണ്ടും. മരണസമയത്ത് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവൻ അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ വീടും സമ്പത്തും ഭാര്യയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് ഒറ്റക്കാണ് പോകുന്നത് മരിക്കുമ്പോൾ. അതേസമയം ഹജ്ജിന് പുറപ്പെടുന്ന ഒരു വിശ്വാസിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം തൻ്റെ വീട്, ഭാര്യ, കുടുംബം, സ്വത്ത് എല്ലാം താൽക്കാലികമായി ഉപേക്ഷിച്ചാണ് അയാൾ മക്കയിലേക്ക് യാത്രയാകുന്നത്. ഈ വേർപാട് സമയത്ത് അനുഭവപ്പെടേണ്ട പൂർണ്ണമായ ഒറ്റപ്പെടലിനെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കിലേക്കാണ് മടങ്ങി വരവ് എന്ന ഖുർആൻ സൂക്തം മുൻനിർത്തി അന്തിമയാത്രയെക്കുറിച്ച് ഇത് മനുഷ്യനെ നിരന്തരം ചിന്തിപ്പിക്കേണ്ടതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് കല്യാണമാക്കി കോളാക്കി ഭയങ്കര സദ്യയും സൽക്കാരമൊക്കെയാണ്. പക്ഷേ ഒരു ഹാജിയുടെ മനസ്സിൽ ഈ ലോകത്തുനിന്നും എന്നേക്കുമായി വിട പറയുന്ന ആ യാത്രയാണ് മനസ്സിൽ വരേണ്ടത്. പിന്നെ യാത്രക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ നോക്കിയാൽ രണ്ടിൻ്റെയും, ഹജ്ജ് യാത്രയും മരണയാത്രയും, യാത്രക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ, വസിയത്ത്, കടങ്ങൾ, ഇത് രണ്ടിനും ബാധകമാണ്. ഹജ്ജിൽ ഒരാൾ അതായത് പ്രത്യേകിച്ച് ഇക്കാലം മാതിരിയല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. തിരിച്ചു വരുന്നത് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ, വസിയത്തുകൾ അതെല്ലാം ആൾക്കാരോട് പറഞ്ഞ് ഏൽപ്പിച്ച്, എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം പൊരുത്തപ്പെടിച്ച്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നത് ചെയ്യണം എന്നെല്ലാം വസിയത്ത് എഴുതി ഉത്തരവാദപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പണ്ടൊക്കെ ഹജ്ജിന് പോവുക. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അതുപോലെ തന്നെയാണല്ലോ മരണത്തിൽ ഒരു മനുഷ്യൻ ഈ ദുനിയാവിനോട് വിട പറയുമ്പോഴും അവന്റെ കടങ്ങളും അവകാശങ്ങളും പൊരുത്തപ്പെടിക്കലും ഒന്നും ബാക്കി വെക്കരുത്. കാരണം അതുകൊണ്ടാണ് മരണയാത്രയും ഹജ്ജ് യാത്രയും ഒരേ വൈകാരിക വശം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത്. ഹജ്ജിലൂടെ ഒരു വിശ്വാസി തൻ്റെ അന്തിമ മരണയാത്രക്കുള്ള കൃത്യമായ ഒരു പ്രാക്ടീസ്, ഒരു പരിശീലനമാണ് നേടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടിലും കുളിയും ശരീര ശുദ്ധീകരണവും ഉണ്ട്. ഭയങ്കര അത്ഭുതമാണ് ആലോചിച്ച് നോക്കിയാൽ. ഹജ്ജില് ഇഹ്റാം വസ്ത്രം ധരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശരീരം പൂർണ്ണമായി ശുദ്ധീകരിക്കണം. കുളിക്കുന്നത് പ്രവാചക മാതൃകയാണ്. എടുത്തു കൊടുക്കണം, അതൊക്കെ നമുക്കറിയാം, മയ്യിത്ത് നിസ്കാരമൊക്കെ. മരണത്തിലോ ഒരു മനുഷ്യൻ ഇതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവനെ പരലോക യാത്രക്കായി ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടം മയ്യിത്ത് കുളിപ്പിക്കുക എന്നതാണ്. ഹജ്ജ് തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടം കുളിക്കുക എന്നുള്ളതാണ്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കൈകൊണ്ട് കുളിച്ച് ഇഹ്റാമിലേക്ക് കടക്കുന്ന ഹാജി നാളെ മറ്റുള്ളവർ തന്നെ കുളിപ്പിച്ച് കഫൻ പുടവ പുതപ്പിക്കുന്ന ആ ഒരു നിമിഷമാണ് ഹാജിയുടെ മനസ്സിലേക്ക് കടന്നു പോകേണ്ടത്. ഇനി ഇഹ്റാം വസ്ത്രവും കഫൻ പുടവയും അതൊരു ലൗകിക പദവികളുടെ മരണമാണ്. ജീവിതത്തിൽ സമൂഹത്തിൽ മനുഷ്യന് പല തട്ടുകളിലാണ്. ധരിക്കുന്ന വസ്ത്രത്തിന്റെ വില, ഔദ്യോഗിക പദവികൾ, മനുഷ്യന്റെ അഹങ്കാരം, സ്ഥാനം, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഹജ്ജിലും മരണപ്പെടുന്ന നിമിഷം ഒരു ജഡ്ജിയുടെ കോട്ടായാലും ഭരണാധികാരിയുടെ കിരീടമായാലും കോടീശ്വരന്റെ പട്ടുതുണിയായാലും മരിക്കുന്നവരെ അത് കൂടെ പോവില്ല. വെറും തുന്നലില്ലാത്ത വെള്ള തുണിയിലാണ് മരണയാത്ര. ഇതന്നെയല്ല ഹജ്ജിലും. ഇറാൻ കെട്ടുന്നതോടെ തുന്നലില്ലാത്ത എല്ലാ പ്രൗഢിയും അലങ്കാരങ്ങളും എല്ലാ പദവികളും, രാജാവെന്നോ പ്രജയെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആഭരണങ്ങളും എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാം മരിക്കുകയാണ്. പിന്നെ എല്ലാവരും അള്ളാഹുവിൻ്റെ ദാസന്മാർ മാത്രമെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് വരികയാണ്. പിന്നെ ഹജ്ജിൽ എന്താണ്? മിനയിലെ താമസം.
മിനയിലെ താമസം നമുക്ക് എന്തുകൊണ്ട് ഖബറിലെ ഒറ്റപ്പെടലിന്റെ ഓർമ്മയായി താരതമ്യപ്പെടുത്തിക്കൂടാ? അത് ഓർമ്മയിൽ വരണം. ഹജ്ജില് ഒരാൾ വലിയ കൊട്ടാര സദൃശമായ വീടുകളിൽ നിന്ന് മാറി മീനയിലെ ചെറിയ തമ്പില് ടെന്റില് പരിമിതമായ സൗകര്യം വിരിക്കാൻ പായ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അതുപോലെ ചിലപ്പോൾ നിരത്ത് കിടന്നുറങ്ങേണ്ടി വരും. അവരൊക്കെ പ്രാക്ടീസാണ്. മരണത്തിലോ എത്ര വലിയ വീടും എത്ര വലിയ സമ്പാദ്യവും എത്ര വലിയ കൊട്ടാരവും എല്ലാം ഉണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കിടക്കേണ്ടത് ഇടുങ്ങിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത മണ്ണിന്റെ കുഴിയിലാണ്, ഖബറിൽ. അതാണ് അന്നേരം മനസ്സിൽ കൂടി കടന്നു പോകേണ്ടത്. മിനയിലെ ആ താൽക്കാലിക തമ്പിലെ താമസം വരാനിരിക്കുന്ന ഖബർ ജീവിതത്തിന്റെ ലളിതമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ അറഫ മൈതാനി, മഹ്ശറ, അത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്. വിചാരണയും പശ്ചാത്താപവും. മഹ്ശറയിൽ പരലോകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ നേരിടേണ്ട സിറ്റുവേഷൻ എന്താണ്? ലോകാവസാനത്തിന് ശേഷം ജീവൻ നൽകപ്പെടുന്ന കോടാനുകോടി മനുഷ്യർ വിചാരണക്കായി ഒരേ മൈതാനത്ത് ഒരേ വസ്ത്രം ഇല്ല, ഓക്കെ, ഒരേ മൈതാനത്ത് വിവസ്തരായി സൂര്യന്റെ കഠിനമായ ചൂടിൽ അള്ളാഹുവിന്റെ മുമ്പ് കാത്തിരിക്കുന്ന വിചാരണക്കായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് മഹ്ശറയിൽ. അവിടെ സ്വന്തം മാതാവില്ല, പിതാവില്ല, മക്കളില്ല, ഭാര്യയില്ല, ആരുമില്ല. അതുപോലെ തന്നെ അറഫയിലും ദുനിയാവിൽ വെച്ച് ആ വിചാരണ നേരിടുന്ന അവസ്ഥയാണ് മനസ്സിലെ അറഫയിൽ നിൽക്കുന്ന ആജിയുടെ മനസ്സിൽ കൂടി കടന്നു പോകേണ്ടത്. ലക്ഷക്കണക്കിന് മനുഷ്യര് ഒരേ വസ്ത്രം ധരിച്ച് വെയിലിന് വകവെക്കാതെ, മഴയെ വകവെക്കാതെ, മഞ്ഞിനെ വകവെക്കാതെ ഒരേ മൈതാനത്ത് ഒത്തുകൂടുകയാണ്. ജലലക്ഷങ്ങൾ ചുറ്റുണ്ട്. പക്ഷേ അവിടെ ഓരോരുത്തരുടെ മനസ്സിലെന്താണ്? മനസ്സിൽ ഓരോരുത്തർക്കും ഒറ്റക്കാണ്. ഓരോരുത്തരും അവനവന്റെ ആത്മാവിന്റെ രക്ഷക്കായി, അവന്റെ പരലോക രക്ഷക്കായി മാത്രം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു നിമിഷം പരലോകത്തെ വിചാരണാ വേളയെ ഭയത്തോടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇനി ഹജ്ജിലെ പ്രധാനം എന്താണ്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് വിളി, അള്ളാഹുവിന്റെ അന്തിമ വിളി. ഈ രണ്ട് വിളിയൊന്ന് ആരംഭിപ്പെടുത്തി നോക്ക്. ഭയങ്കര രസമാണ്. രസം എന്ന് പറയാൻ പാടില്ല, ഭയങ്കര അത്ഭുതകരമായ താരതമ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹജ്ജ് യാത്രയിൽ ഉടനീളം വിശ്വാസികൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നാദാ ഇതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു എന്നാണ് ഹജ്ജാജികൾ അള്ളാഹുവിനോട് ഇങ്ങനെ ഉരുവിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. മരണത്തിലോ മരണസമയം എത്തുന്ന ആ അള്ളാഹുവിന്റെ വിളി മലക്കുകൾ വഴി അള്ളാഹുവിനെ വിളിക്കുമ്പോൾ മനുഷ്യൻ ഇതുപോലെ സർവ്വതും ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരും. അപ്പോ ആ അന്തിമ വിളി വരുന്നതിന് മുമ്പ് സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി കീഴടങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഹജ്ജ്. ഏത് നിമിഷവും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകാൻ ഒരു വിശ്വാസി തയ്യാറായിരിക്കണം എന്നുള്ള ഒരു സിംബോളിക് ഓർമ്മപ്പെടുത്തൽ ഹജ്ജ് ലബ്ബൈക്ക് അല്ലാഹുമ്മ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ബസ്സിലൊക്കെ ഇരുന്നിട്ട് പ്ലെയിനിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ഒച്ചത്തിൽ വിളിക്കും. പക്ഷെ ഇതൊക്കെയാണ് മനസ്സിൽ കൂടി കടന്നു പോകേണ്ടത്. മരണത്തോടെ മനുഷ്യന്റെ ഭൗതിക ജീവിതം അവസാനിക്കുന്നു. അവൻ എല്ലാ പാപം ആയാലും പുണ്യായാലും അതും കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത്. എന്നാൽ ഹജ്ജ് കൃത്യമായി സ്വീകരിക്കപ്പെട്ടാൽ, അതായത് നമ്മൾ മബ്രൂറായ ഹജ്ജ് എന്നൊക്കെ പറയില്ലേ, ആ വ്യക്തി പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടും. ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇപ്പം ഹജ്ജിന് പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഹജ്ജിന് പോയിട്ട് ആൾക്കാരാണെന്ന് മൊബൈൽ എടുക്കാന്ന്, വീഡിയോ കളിക്കാന്ന്, കാർഡ് കളിക്കുന്നവരെ കണ്ട അസ്തഗ്ഫിറുല്ലാ അങ്ങനെ കാഴ്ചയൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണശേഷം അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ച് ആലോചിച്ചറിഞ്ഞ് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരാൻ ഹജ്ജ് വിശ്വാസിയെ ആക്കണം. അതാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഹജ്ജ് ചെയ്യാത്തവർക്ക് ആ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഹജ്ജ് ചെയ്തവർക്ക് ആ ഹജ്ജിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, ആ ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ഹജ്ജ് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷമായി സമാധാനമായി എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് പടച്ചവൻ സ്വീകരിക്കുന്ന രീതിയിൽ ഹജ്ജ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.